വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ഓട്ടടയുടെ റെസിപ്പി ആയിട്ടാണ്. ഓട്ടട തയ്യാറാക്കാൻ വളരെ ഈസിയാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നല്ല പഞ്ഞി പോലുള്ള ഒരു ഓട്ടട റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാൻ ശ്രമിക്കണേ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുകയും വേണം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഓട്ടട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 ഗ്ലാസ് അരി 8 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. പച്ചരിയാണ്. 1 കപ്പ് ചോറ്, 1 കപ്പ് നാളികേരം, 1 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അരിയുടെ പകുതി ചേർത്ത് കൊടുക്കാം കേട്ടോ. പകുതി അരി ചേർത്ത് കൊടുത്തതിന് ശേഷം പകുതി ചോറും അതുപോലെ പകുതി നാളികേരവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളത് അരച്ചെടുക്കാൻ. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് അരച്ചെടുക്കരുത്. അതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുകയും വേണം കേട്ടോ. ഒട്ടും തരികളില്ലാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇത്രയും മതി കേട്ടോ. ഇത് അരഞ്ഞു കിട്ടാൻ ആവശ്യമായ വെള്ളം മാത്രമാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അടുത്തതും ഇതേപോലെ തന്നെ അരച്ചെടുക്കാം. അപ്പം അരി മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നേരത്തെ മാറ്റി വെച്ച നാളികേരം, ചോറ്, അതുപോലെ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കോഴിമുട്ടയും ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ മാവിട റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഈ മാവൊന്ന് ലൂസാക്കി എടുക്കുന്നത് കേട്ടോ. തിളച്ച വെള്ളമല്ല ഒഴിക്കേണ്ടത്. നമ്മൾ വിരലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പൊള്ളുന്ന ഒരു പരിവുണ്ടായിരിക്കില്ലേ, ആ ഒരു ചൂടിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണേ, പെട്ടെന്ന് കട്ട പിടിക്കുള്ളൂ. അപ്പം ഞാൻ ആദ്യം കുറച്ച് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തു. അപ്പോൾ ഒന്നും കൂടി ലൂസ് ആവാണ്ടേ. അപ്പം ഇത്ര ലൂസിൽ വേണം നമ്മുടെ ഓട്ടടയുടെ മാവ് ഇരിക്കേണ്ടത്. അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടോ. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. വേഗം തന്നെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ചട്ടി അടുപ്പിൽ വെച്ചിട്ടാണ് മാവൊക്കെ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ പത്തിരി ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പം ഇത് നന്നായി ചൂടായിട്ടുണ്ട്. എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ബബിൾസ് വരും കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് അടച്ചു വെക്കാൻ. ബബിൾസ് വരുന്നതിന് മുന്നേ നമ്മൾ അടച്ചു വെക്കരുത്. അപ്പം നന്നായിട്ട് ബബിൾസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ചു വെക്കാം. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം. ഇപ്പം തന്നെ സൈഡൊക്കെ കണ്ടില്ല, നന്നായി വിട്ട് വന്നിട്ടുള്ളത്. പിന്നെ അടിഭാഗം ഒന്നും കരിഞ്ഞു പിടിക്കാതെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ രീതിയിൽ നിങ്ങൾ ഓട്ടട തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ശരിയാവാണ്ടിരിക്കില്ല കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനും മറന്നു പോകരുത്. അപ്പം ഇതേ രീതിയിൽ തന്നെ നമുക്ക് എല്ലാ ഓട്ടടയും ചുട്ടെടുക്കാം കേട്ടോ. ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പം ഇതാ നമ്മുടെ മുഴുവൻ ഓട്ടടയും ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പഞ്ഞി പോലുള്ള ഓട്ടടയാണ്. കറികളൊന്നും വേണ്ട അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. വെറുതെ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാം കേട്ടോ. ഹോൾസൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ. ഞാനിന്ന് കടലക്കറിയാണ് ഇതിൻ്റെ കൂടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറന്നു പോകരുതേ. താങ്ക്